കണ്ടോ കണ്ടോ എല്ലാം വരട്ടെ, എമ്പുരാൻ വരട്ടെ, നമുക്ക് നോക്കാം. ഇന്നിപ്പോ എമ്പുരാന്റെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ പടം ഉണ്ട്. എടുക്കാനുള്ള ഐറ്റം ഉണ്ടാവും, ഉറപ്പല്ല. നമ്മുടെ അറിവാണ്. ഗംഭീര സിനിമയായിരിക്കും, അടിപൊളിയായിരിക്കും. എന്തായാലും 27-ാം തീയതിയിലൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യണം. കണ്ടോ കണ്ടോ എല്ലാം വരട്ടെ, എമ്പുരാൻ വരട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സിനിമയ്ക്ക്. ഓക്കെ, താങ്ക് യു. ഫാമിലി ഞാൻ ഹാപ്പി അല്ലെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഉപരി ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന ചില സിനിമകളുണ്ടാവും. ആ രീതിയിലാണ് പറയുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകൻ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന കുറെ നല്ല പെർഫോമൻസസ് ഉള്ളൊരു സിനിമയായിരിക്കും. ഷൂട്ടിംഗ് ടൈമിലാണെങ്കിലും ദിലീഷ് പോത്തൻ അതുപോലെ തന്നെ വിജയരാഘവൻ അവരുടെയൊക്കെ കൂടി ഒരു ബ്രദർഹുഡ് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടേട്ടനെയൊക്കെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. പോത്തനുമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. ഉണ്ട എന്ന് പറയുന്നൊരു സിനിമ ലൊക്കേഷൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ അത് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ തന്നെ പോത്തനാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോത്തനോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട്. കാര്യം അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഗംഭീര ആക്ടറാണ്, ഗംഭീര ഡയറക്ടറാണ്. അപ്പം അദ്ദേഹത്തിനൊപ്പം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ഒരു മൂഡായിരുന്നു ലൊക്കേഷൻ മുഴുവൻ. ഓരോ സീൻ വരുമ്പോഴും ഡയറക്ടർ നമുക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്ത് അതെന്താണ് അത് ഗംഭീരമാക്കാനായിട്ടൊക്കെ ഉള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഇമോഷൻ, ഒരു ഫീല് നമുക്ക് തിയേറ്ററിലും സ്ക്രീനിലും കാണുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇപ്പൊ പടം കണ്ടിറങ്ങിയവർ 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദൃശ്യത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ട് എന്നുള്ളത്. ചേട്ടനും തോന്നുന്നു ആ ഒരു പാറ്റേൺ ദൃശ്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ സിനിമയും ഓരോ രീതിയിലാണ്. ഇതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ ദൃശ്യം എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിന്റെ തുടക്കം നമുക്ക് അത് 1 ആണെങ്കിലും 2 ആണെങ്കിലും ഒക്കെ തുടക്കം നമ്മുടെ ഒരു കഥയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ അങ്ങനെ ഒരു ചെറിയൊരു സ്ലോ പേസിലാണ് തുടങ്ങുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഡിഫറൻ്റ് ആണ്. കഥയും പരിസരങ്ങളും എല്ലാം എൻ്റെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയിട്ടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.